ഭൂപ്രശ്നത്തിന്റെ പേര് പറഞ്ഞ് കർഷകരുടെ കണ്ണിൽ പൊടിയിടാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കരുതെന്ന ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ. നടപ്പിലാക്കുന്ന നിയമങ്ങൾ മലയോര ജനതയുടെ സ്വപ്നങ്ങളെ വളർത്തുവാൻ തക്ക നിയമങ്ങളാകണം. നിയമക്കുരുക്കുകളോടുകൂടി നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ സാധാരണ ജനതയുടെ ജീവിതം അസഹനീയമാകും. ഇടുക്കി രൂപത ഈ നാട്ടിലെ എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും ജനങ്ങളോട് ഒപ്പമുണ്ടാകുമെന്നും മാർ ജോൺ നെല്ലിക്കുന്നിൽ പറഞ്ഞു. 1960 ഭൂപതിവ് നിയമവും 64 ചട്ടവുമെല്ലാം കാലാന്തരത്തിൽ ജനങ്ങൾക്ക് പ്രതിലോമകരമായി തീർന്നപ്പോൾ ഈ മലയോരം മുഴുവൻ സ്തംഭിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഭൂപതിവ് ഭേദഗതി നിലവിൽ വരുന്നത്. ഈ ഭൂപതിവ് ചട്ട ഭേദഗതി കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിച്ച എല്ലാവരെയും, അതിൽ ഭരണപക്ഷമുണ്ട്, ഭരണപക്ഷത്തെ MLA-മാരുണ്ട്, നമ്മുടെ മന്ത്രിയുണ്ട്, ഈ നാട്ടിലെ നേതാക്കന്മാരുണ്ട്, പ്രതിപക്ഷമുണ്ട്, അതിലെ നേതാക്കളുണ്ട്, എല്ലാവരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതുണ്ട്. കാരണം ഈ നാട്ടിലെ ജനത നിലനിൽപ്പില്ലാതെ ഇനി എങ്ങനെ ഇവിടെ ജീവിക്കും? മനുഷ്യാവകാശമില്ലാത്ത അവസ്ഥയിലേക്ക് ആണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് സമരവുമായിട്ട് ഈ മലയോര ജനത രംഗത്തേക്ക് ഇറങ്ങുന്നത്. എന്നാൽ നടപ്പിലാകുന്ന നിയമങ്ങൾ ഈ മലയോര ജനതയുടെ സ്വപ്നങ്ങളെ വളർത്തുവാൻ തക്ക നിയമങ്ങളാകണമെന്ന് ഈ കേരളത്തിലെ സർക്കാരിനോട് ഞങ്ങൾ മുന്നറിയിപ്പ് തരികയാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് താൽക്കാലികമായ രാഷ്ട്രീയ ലക്ഷ്യം മുന്നിട്ടുകൊണ്ട് നിയമം കൊണ്ടുവന്നിട്ട് ജനജീവിതത്തെ ദുസ്സഹമാക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കരുത്. ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ ഈ നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നിരവധിയായ നിയമക്കുരുക്കുകളോടുകൂടി നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ സാധാരണ ജനതയുടെ ജീവിതം അസഹനീയമായി തീരുകയും ഈ നാട് വിട്ട് ജനങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്.